ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂരിൽ ഗോത്രവർഗ വിഭാഗം അവശ്യരേഖ അദാലത്ത് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അത് നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ നമ്മൾ ചേർത്ത് വിളിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ജനങ്ങൾ അധികാരം തന്നിരിക്കുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ചില ഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമല്ല. എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് ഒരു രൂപ പോലും ലാഭസാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അത് വളരെ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിയമപരമായിട്ട് പ്രത്യേകമായിട്ട് പാക്കേജ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ MLA ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും മറ്റാളുകളുമായിട്ടും സന്നദ്ധ പ്രവർത്തകരുമായിട്ടും ഒക്കെ കൃത്യമായിട്ട് ആലോചിക്കും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു ഓഫീസ് നടത്തിയിരുന്ന് തീരുമാനം എടുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള തീരുമാനം നമുക്ക് കൂട്ടായി നിന്ന് ആലോചിച്ചാൽ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീട് നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി പറഞ്ഞു. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ മേഖലയെ അറിയാതെ പോലും വികസന പദ്ധതികളിൽ നിന്ന് വിട്ടുപോകില്ലെന്നും പദ്ധതികൾ പ്രഖ്യാപനത്തിലൊതുങ്ങാതെ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഗോത്രമേഖലയിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, വിദ്യാർത്ഥികൾക്ക് പഠനമുറികൾ തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കും. നിലമ്പൂരിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കുമെന്നും വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാലാനുസൃത കോഴ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രവർഗ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിനായി വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ താൽപര്യമുള്ള SC/ST വിദ്യാർത്ഥികൾക്കായി ഉന്നതി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൂടാതെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനങ്ങളിൽ പഠന സൌകര്യം ഒരുക്കുമെന്നും ഇതിന്റെ മുഴുവൻ ചിലവും സർക്കാർ തന്നെ വഹിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗോത്രവർഗ ജനവിഭാഗങ്ങൾക്ക് സ്ഥിരമായ വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. ചികിത്സാ സഹായത്തിനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും നിലവിൽ ഫണ്ട് ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും ധനകാര്യ വർഷത്തിന്റെ അവസാനത്തിൽ മാത്രം ഫണ്ട് ചിലവഴിക്കാനുള്ള പ്രവണത ഒഴിവാക്കി യഥാർത്ഥ ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ സേവനങ്ങളും നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിനായി പുതിയ പോർട്ടൽ ആരംഭിക്കും. ഇതിലൂടെ 9ഓളം പ്രധാനപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ MLA ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിനായുള്ള ഒരുക്കങ്ങൾ നടന്നത്. PV അബ്ദുൽ വഹാബ് MP, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാബ്ര, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ NA കരീം, അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, റൈഹാനത്ത് കുറുമാടൻ, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് TK, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരം, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, IFDC ഫൗണ്ടേഷൻ MD എബി തോമസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ഷോപ്പിംഗിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ ഫീലിംഗ്സ്. മികച്ച ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ ഹോമെക്സ് ഫർണിച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇണങ്ങിയ പ്രീമിയം കസ്റ്റമൈസ്ഡ് സോഫാസ്, ലിവിംഗ് റൂം ആക്സസറീസ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. ഹോമെക്സ് ഫർണിച്ചേഴ്സ്, വടപുറം, നിലമ്പൂർ. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva,
nature's finest creations. Charitra Vivag Bridal Collections by Shobhika Weddings.